ജാസ്മിനെ പൊതുവിൽ പുറത്തിൽ അഭിപ്രായം നോക്കി കഴിഞ്ഞാൽ ജനഹിതത്തിനനുസരിച്ച് ജാസ്മിൻ പണ്ടേ പോകേണ്ടതാണ്. അത് ജനങ്ങൾക്ക് ആർക്ക് ജാസ്മിനെ ഇഷ്ടമല്ല. പക്ഷെ അവൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഈ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ, വിവരം ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാത്ത ആൾക്കാരുമായിട്ടൊരു സംവാദത്തിന് ഒരു താല്പര്യം, വെറുതെ ബോറടിയാണ്. ഒന്നാമത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിഹത്യ ചെയ്യരുത്. അങ്ങായിട്ട് ലെവലിൽ ഞാൻ പോകും. എന്ത് വ്യക്തിഹത്യ സംസാരിക്കുമ്പോൾ പിന്നെ ഹിതം കൊണ്ട് ജയിക്കേണ്ടതല്ല, ഗെയിം കളിച്ചാണ് പ്രേക്ഷകന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അവരെ മത്സര രീതിയും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന രീതികളും സ്ട്രാറ്റജികളും എന്ത് തന്നെയാണെങ്കിലും ഇത് കണ്ട് ബോധ്യത്തോടെ പ്രേക്ഷകർ വിലയിരുത്തുമ്പോഴാണ് ഈ പറഞ്ഞ റിയാലിറ്റി വരുന്നത്. അല്ലെ, പ്രേക്ഷകർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കാണോ വേറെ ആർക്കാണോ ഇത് മനസ്സിലാവുന്നത്? നല്ലത് ഗെയിം കളിച്ചാലും അല്ലെങ്കിലും ഇത് ലൈവ് ആയിട്ടാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ഇത് കാണിക്കുന്നുണ്ട്. അല്ലെ, ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് പാട്ടും പാടി ഇരുന്ന് കറിയും വെച്ച് ചായം കുടിച്ചിരുന്നാൽ ജനങ്ങൾ ഇത് ചെയ്യുന്നില്ലേ? പലതും മാറി മാറി താങ്കൾ തന്നെ പറഞ്ഞു വോട്ടിങ്ങിനനുസരിച്ചാണ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യണമെങ്കിൽ വോട്ടിങ്ങിനനുസരിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. റോഹനാണ് തർക്കിക്കുന്നത് വോട്ടിങ്ങിനാണ്. ഞാൻ ജനങ്ങളെ വിഡ്ഢികളാക്കലാണ്. ജനങ്ങൾ എന്ത് വിഡ്ഢികളാകുന്നു? ഷോ വർക്ക്ഔട്ട് ചെയ്താൽ പോലെ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. മാത്രം ജനങ്ങളാണ് ജഡ്ജസ് ആവുന്നത്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ബിഗ് ബോസ് പലപ്പോഴും ഈ ജനഹിതത്തിനപ്പുറം ജനങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം അവിടെ എങ്ങനെയൊക്കെ ഫേക്ക് കളിച്ചാലും അല്ല അവരെങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നു അതിലോട്ട് മാത്രം ഫോക്കസ് ആയി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏതൊരു സീസണാണ്, ഏതൊരു ഷോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഗെയിമാണ് ഇമ്പോർട്ടൻറ്റ്. ജനഹിതം നോക്കാനായിട്ട് ഇത് മറ്റേ എന്താ പറയുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനപ്രതിനിധികളൊന്നും അല്ലല്ലോ. ഇറ്റ്സ് എ ഗെയിം. ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ ബിഗ് ബോസ് ഷോ വിജയിക്കുന്ന എങ്ങനെയാ? ഈ ജനങ്ങൾ കാണുന്നതുകൊണ്ടാണ് അല്ലെ? ഈ ജനങ്ങൾ കാണുന്ന അപ്പൊ ഈ കാണുമ്പോ ഈ കണ്ടന്റിന്റെ ഒപ്പം തന്നെ അത് പല രീതിയിലേക്കും ഉണ്ട്. അപ്പൊ ആ ഇൻഫ്ലുവൻസിൽ കൃത്യമായിട്ട് ജനങ്ങളുടെ വോട്ടിംഗ് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ? കാരണം ഈ ജനങ്ങൾ കാണുന്നത് കാരണം ഇതൊരു സീരിയലോ റിയാലിറ്റി ഷോയോ അല്ല അല്ലെ? അങ്ങനെയാണോ? ആ പാറ്റേൺ അല്ല. കൃത്യമായിട്ട് ജനങ്ങൾ എങ്ങനെ ഇവരെ കാണുന്നു, ഒരു വീട്ടിൽ ഒരു ഹൗസിൽ ഒരാൾക്കാരെ എങ്ങനെ താമസിക്കുന്നു, അതിലവരെങ്ങനെ ഗെയിം കളിക്കുന്നു, അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വിധികർത്താക്കളാവേണ്ടത് ജനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ പോലെ, റിയാലിറ്റി ഷോ എന്ന് പറയാൻ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് പറഞ്ഞ പോലെ കുറെ അച്ഛനും അമ്മയും മക്കളും ക്യാരക്ടറും അങ്ങനെയുള്ള സീരിയൽ ആക്കിയാൽ മതി. കൃത്യമായിട്ട് അവിടെ പോകുന്ന ഗെയിമും കണ്ടന്റുകളും കണ്ട് കൃത്യമായിട്ട് പൊതുസമൂഹം ജനങ്ങൾ എന്ത് പറയുന്നു അല്ലെ, ജനങ്ങളുടെ എങ്ങനെ വോട്ടിംഗ് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ വിധികർത്താക്കളാവേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ ഒരു പാർട്ട് അവരുടെ ഒരു അഭിപ്രായം അവരുടെ അഭിപ്രായം ജനങ്ങളുടെ വോട്ട് ചെയ്ത് അഭിപ്രായമാണ് ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കാണാൻ ജനങ്ങളുടെ വോട്ടിംഗ് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ വോട്ടിംഗ് അല്ല, ജാസ്മിന്റെ ഗെയിം അല്ലെങ്കിൽ ഗബ്രിയുടെ ഗെയിം അല്ലെങ്കിൽ ജിൻഡോയുടെ ഗെയിം അല്ലെങ്കിൽ അർജുന്റെ ഗെയിം അല്ലെങ്കിൽ ശ്രീതുന്റെ ഗെയിം ജനങ്ങളുടെ വോട്ട് അത് പ്രശ്നമല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ഷോയാണ്, ഞങ്ങൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകും, നിങ്ങളെ വേണമെങ്കിൽ വോട്ടിംഗിന്റെ ആവശ്യമുണ്ടെന്ന് പറയണ്ട അല്ലെ? അതാണ് എന്റെ ചോദ്യം. ഇത് കൃത്യമായിട്ട് ജനങ്ങളുടെ വിധി കണക്കിലാക്കുന്നില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം ഇതൊരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ വോട്ടിംഗ് ഇല്ലാത്തൊരു ഷോയാണ് അല്ലെങ്കിൽ സീരിയലാണെന്ന് പറഞ്ഞ പോലെ അല്ലെ? അപ്പൊ ഈ വോട്ടിംഗിന്റെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറയണം. ജനങ്ങൾ അതുവരെ ഇത്രയും ദിവസം ഇത്രയും സമയം ഷോ കണ്ടിട്ട് ആ ഷോ കണ്ടു കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. പ്രേക്ഷകന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അവരെ മത്സര രീതിയും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന രീതികളും സ്ട്രാറ്റജികളും എന്ത് തന്നെയാണെങ്കിലും ഇത് കണ്ട് ബോധ്യത്തോടെ പ്രേക്ഷകർ വിലയിരുത്തുമ്പോഴാണ് ഈ പറഞ്ഞ റിയാലിറ്റി വരുന്നത് അല്ലെ? പിന്നെ വിലയിരുത്തലാണ് വോട്ടിംഗ് മാർക്കിംഗ് അല്ലാതെ പിന്നെ എന്താണ് വോട്ടിംഗ് മാർക്കിംഗ്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളല്ലാതെ പിന്നെ ആരാണ് വിധികർത്താവേണ്ടത്? അല്ലെങ്കിൽ ആ ഷോക്കകത്ത് ഈ ഷോയുടെ പാറ്റേൺ അങ്ങനെയല്ല എങ്കിൽ പറയണം.
എങ്കിൽ പറയണം ഈ ഷോയുടെ പാറ്റേൺ അങ്ങനെയല്ല. അപ്പൊ അതിന്റെ ഒപ്പം വോട്ടിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജനങ്ങളുടെ വോട്ടിംഗ് കൊടുത്ത് ജനങ്ങളുടെ വോട്ടിംഗ് കൊടുത്തിട്ട് ആ വോട്ടിംഗ് കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങളെ വിഡ്ഢികളാക്കലാണ്. ജനങ്ങൾ എന്ത് വിഡ്ഢികളാവുന്നു? അല്ല, അങ്ങനെയെങ്കിൽ വോട്ടിങ്ങിന്റെ ആവശ്യമില്ലല്ലോ. ജനങ്ങളുടെ ഇത് ജെനുവിനാണ്, ഇത് വോട്ടിംഗ് ചെയ്ത രീതിക്ക് അനുസരിച്ചാണ് ഈ ഷോ പോകുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറയണം, ഇതിന് വോട്ടിംഗ് ആവശ്യകതമില്ല, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് കാണാം, കാണാതിരിക്കാം, കാണുന്നതിന്റെ കമന്റ്സ് കമന്റ് ബോക്സിൽ കൊടുക്കാം, അങ്ങനെ പറയാം. അല്ലാതെ നിങ്ങളുടെ വോട്ടിങ്ങിനനുസരിച്ചാണ് മത്സരാർത്ഥികളെ കണക്കാക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ രീതിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലാതെ ഇവരുടെ വോട്ടിംഗ് പറയും ചെയ്യുന്നു, അതനുസരിച്ചിട്ട് അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കണം. പിന്നെ അവരുടെ വോട്ടിംഗ് അനുസരിച്ചാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്, മുന്നോട്ടുള്ള യാത്ര പോകുന്നത് പറയും ചെയ്യുന്നു, അതനുസരിച്ചല്ല ചെയ്യുന്നെങ്കിൽ അത് വിഡ്ഢികളാക്കൽ തന്നെയാണ്. എങ്ങനെയാണ് അതല്ലെന്ന് പറയാൻ പറ്റുക? പിന്നെ വോട്ടിംഗ് ആവശ്യമില്ല. അപ്പൊ ആ ഗെയിം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ ഗെയിമിനനുസരിച്ച് ജനങ്ങളുടെ വോട്ടിംഗ് എന്താ? അവര് ഗെയിം എങ്ങനെ കളിച്ചാലും ഇത് നല്ലതെന്നോ ചീത്തെന്നോ തിരിച്ചറിയാനും അതനുസരിച്ച് വോട്ട് ചെയ്യാനും അഭിപ്രായം പറയാൻ ജനങ്ങൾക്ക് ബോധമുണ്ട്. അഭിപ്രായം പറയാം, ആരും പറഞ്ഞിട്ടില്ല അഭിപ്രായം പറയാൻ. അവരെ വിധികർത്താക്കളാക്കാൻ പറ്റത്തില്ല. നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് തന്നെയാണ് അതെന്താണെന്ന് പറയുന്നത്. ആ ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും കണ്ടസ്റ്റൻസിനെ കണ്ട് വിലയിരുത്തി ജനങ്ങൾക്ക് കൊടുക്കുന്ന വോട്ടിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ജനറേറ്റ് കൊടുക്കണം. അല്ലെ, പലതരം ഗെയിമുകൾ വരുന്നുണ്ട്. അല്ലെ, പലതരം ഗെയിമുകൾ വരുന്നുണ്ട്. ആ ഗെയിം അനുസരിച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിച്ചവരെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിച്ചവരുണ്ടെങ്കിൽ പുറത്തു പോകാതിരിക്കാൻ വേണമായിരുന്നു. വോട്ടിംഗ് അനുസരിച്ചാണ്. എന്തിനാണ് പിന്നെ എവിക്ഷൻ സമയത്ത് ജനഹിതം അനുസരിച്ച് ജനവിധി പിന്നെ എന്തിനാണ് ജനവിധി മാനിച്ചാണ് നിങ്ങൾ പുറത്തു പോകണമെന്ന് ബിഗ് ബോസ് പറയുന്നത്? എന്തിനാ ബിഗ് ബോസ് പറയുന്നത് ജനവിധി ഒരു പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ജനവിധി അനുസരിച്ചാണ് നിങ്ങൾ പുറത്തു പോകുന്നു പറഞ്ഞു. എന്തിനാണ് പിന്നെ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്? എന്ത് പറയുന്നു ബിഗ് ബോസ്? ജനവിധി അനുസരിച്ച് നിങ്ങൾ എവിക്റ്റ് ആവുന്നു. അതായത് അവരുടെ മാർക്ക് കുറയുന്നതോടൊപ്പം തന്നെ മാർക്ക് അവരുടെ ഗെയിമിലും അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് പറയണം ബിഗ് ബോസ് പറയുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിലും എന്ത് പറയണം, നിങ്ങൾ ഗെയിമിന്റെ പോയിന്റും ഒരു പകുതി ബാക്കി പകുതി എന്ന് പറയുന്നത് ജനങ്ങളുടെ വോട്ടിങ്ങും അങ്ങനെ എടുത്ത് പറയണം. അതല്ലാതെ ജനവിധി മാനിച്ചിട്ടാണ് നിങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വോട്ടിംഗ് തന്നെയാണ്. അല്ലെ, അപ്പൊ ആ രീതി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അല്ല എങ്കിൽ ചെയ്യണമെങ്കിൽ കളിക്കുന്നവർ നല്ലതാണ് ചീത്തയാണോ നന്നായി കളിക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് പറ്റും. എന്ത് പറ്റില്ലേ? അല്ല, അത് ശരിയായ രീതിയല്ലല്ലോ. എങ്ങനെയാണ് പറ്റുന്നത്? പിന്നെ ആർക്കാണ് അവരുടെ ഗെയിം കളിച്ച് അവരല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കാണോ വേറെ ആർക്കാണ് ഇത് മനസ്സിലാവുന്നത്? നല്ലത് ഗെയിം കളിച്ചാലും അല്ലെങ്കിലും ഇത് ലൈവ് ആയിട്ടാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ഇത് കാണിക്കുന്നുണ്ട്. അല്ലെ, ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് പാട്ടുപാടി ഇരുന്ന് കറിയും വെച്ച് ചായം കുടിച്ചിരുന്നാൽ ജനങ്ങൾ ഇത് ചെയ്യുന്നില്ലേ? ഈ സംഭവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗെയിം വെച്ചതിന്റെ ഒപ്പം ജനങ്ങൾ വിലയിരുത്തില്ല. എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള റൈറ്റ് ആണ് വോട്ടിംഗ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അവരെ വിധിക്കാനുള്ള റൈറ്റ് അല്ല. പിന്നെ ആ വോട്ടിംഗ് അല്ല പ്രക്രിയയിൽ കൊടുക്കുന്നത്. വോട്ടിംഗ് വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഗെയിം കളിച്ച് ആ ഗെയിമിൽ എങ്ങനെ കളിക്കുന്നതാണ്. ആ വോട്ടിംഗ് അനുസരിച്ചാണ് അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ വോട്ടിംഗ് അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് ആ രീതിയിലേക്ക് തന്നെ പോകണം. അല്ലെ, ഇപ്പൊ പോകുന്നു പറഞ്ഞു, നേരത്തെ പറഞ്ഞങ്ങനെ പോയില്ല. എന്താണ് കിടന്ന് ഈ വളവള പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നേരത്തെ പറയുന്നു അതിനനുസരിച്ചല്ല പോകരുത് എന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു നിങ്ങൾ പാലെ കയറി പിടിക്കാതെ നിങ്ങൾ ഒരുമാതിരി മറ്റേ എന്താ പറയുന്നത് അവിടെ ഇവിടെ കട്ട് ചെയ്തല്ലോ സംസാരിക്കണം. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ഈ സ്റ്റേറ്റ്മെന്റ് തുടക്കം മുതൽ അവസാനം വരുന്നതിൽ ശാരിക പറഞ്ഞതിൽ പലതും മാറി മാറി എന്ത് മാറിപ്പോകും? താങ്കൾ തന്നെ പറഞ്ഞു വോട്ടിങ്ങിനനുസരിച്ചാണ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. വോട്ടിങ്ങിനനുസരിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. റോഹനാണ് തർക്കിക്കുന്നത് വോട്ടിങ്ങിനാണെന്ന്. ഞാൻ പറഞ്ഞ ഗെയിം കളിക്കുന്നവരുടെയാണ് ഞാൻ പറഞ്ഞത്. വോട്ടിങ്ങിനനുസരിച്ചിട്ട് വേണം ജനവിധി ആണെങ്കിൽ അത് ആ രീതിക്ക് അനുസരിച്ച്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പൊ നേരത്തെ പറഞ്ഞ വോട്ടിംഗ് അനുസരിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു, മറന്നോ? നിങ്ങളല്ലേ വോട്ടിംഗ്, നിങ്ങൾക്ക് എന്താ ബോധമില്ലേ സംസാരിക്കുമ്പോൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. ശാരീരിക പോയിന്റ് നിങ്ങൾക്ക് വേറെ എവിടേക്ക് പോയി. അത് നിങ്ങൾ ജനങ്ങളുടെ വിധിക്ക് അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ വോട്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ വോട്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ജനങ്ങളെ മണ്ടകന്മാരാക്കുന്ന പോലെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്.
ഈ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ വിവരം ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാത്ത ആൾക്കാരുമായിട്ടൊരു സംവാദത്തിന് ഒരു താല്പര്യമില്ല. വെറുതെ ബോറടിയാണ്. പ്രോഗ്രാം വേറെ ഒന്നാമത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിഹത്യ ചെയ്യരുത്. അങ്ങേറ്റ ലെവലിൽ ഞാൻ പോകും. എന്ത് വ്യക്തിഹത്യ സംസാരിക്കുമ്പോൾ പിന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അതിന് പൂർത്തീകരിക്കാൻ കഴിവുണ്ടെങ്കിൽ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ എന്റെ പോവാ. ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ വ്യക്തമാണ്. ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരാണ് അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ട് പോകുന്നത്, അല്ലെ? അവർ പല മേഖലയിലുള്ളവരുണ്ടായിരിക്കും, പലതരം കഴിവുള്ളവരായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ഗെയിമിൽ 1-ാം ദിവസം മുതൽ 100 ദിവസം വരെ പലരും വാഴും വീഴും. അവരെങ്ങനെ കളിക്കുന്നു അതനുസരിച്ചിട്ടുള്ള മാനദണ്ഡം കൂടി കണക്കാക്കുന്നുണ്ട്. അവരെങ്ങനെ കളിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇത് വീക്ഷിക്കുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളുടെ വോട്ടിനെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അല്ലാതെ ഈ വോട്ടിങ്ങിന് ജനവിധി അവരെങ്ങനെ കളിക്കുന്നു എന്നാണ് ജനങ്ങൾ നോക്കുന്നത്. ആ കളി ദാറ്റ് ഈസ് എ ഗെയിം. ഈ ഗെയിമിനൊപ്പം തന്നെ ഈ ജനവിധിയും കൂടി കണക്കാക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഓൾറെഡി വോട്ടിംഗ് വരുന്നു, വോട്ടിംഗ് കണ്ടസ്റ്റൻസ് പല രീതിയിലേക്ക് വരുന്നു. ഈ വോട്ടിംഗ് കൂടുതലുള്ളവരെ പരിഗണിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടിനെ മാനിക്കാതെ ഇതൊരു നേരത്തെ ശാരീരിക ഒരു പാർട്ട് മാത്രമാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇതിന്റെ എവിക്ഷൻ പ്രക്രിയയിൽ പറയണം. ജനവിധിക്ക് അനുസരിച്ച് മാത്രമല്ല നിങ്ങൾ ഇവിടെ നിന്നതും പോയിന്റും ഞങ്ങൾ നോക്കിയതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പുറത്തു പോകണമെന്ന് പറയണം. ഇത് ഒറ്റ വരിയാണ് പറയുന്നത്. ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ഗെയിമേഴ്സിന് നല്ലതാണ്, നന്നായി കളിച്ചില്ലെന്ന് അറിയാൻ തിരിച്ചറിയാൻ ഞങ്ങൾക്കറിയില്ലേ? ജാസ്മിൻ പുറത്തു പോകുന്നില്ലല്ലോ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതുകൊണ്ടാണ് അതിന്റെ ഒപ്പം നിന്നുള്ള രീതിയിലേക്ക് വോട്ടിംഗ് കൂടി പരിഗണിക്കുന്നുണ്ടോ? വോട്ടിംഗ് വോട്ടിംഗ് അത് അവളുടെ ഗെയിം ഹൈറാർക്കി നിൽക്കുന്നതുകൊണ്ടാണ്. വോട്ടിംഗ് കാണിക്കുന്നുണ്ടോ? ഹൈറാർക്കിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ജാസ്മിൻ പോകാത്തത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത്രേ ഉള്ളൂ. ജനഹിതമായിരുന്നെങ്കിൽ ജാസ്മിൻ എന്നെ പോയേനെ. അങ്ങനെയെങ്കിലും പറയണം. ജനങ്ങൾക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അതിന് സപ്പോർട്ട് ഇമ്പോർട്ടൻസ് മാത്രമാണ് പറഞ്ഞത്. അതല്ലാതെ റോഹൻ ജാസ്മിനെ നോക്കിയാൽ മതി. ജാസ്മിനെ പൊതുവെ പുറത്തിൽ അഭിപ്രായം നോക്കി കഴിഞ്ഞാൽ ജനഹിതത്തിനനുസരിച്ച് ജാസ്മിൻ പണ്ടേ പോകേണ്ടതാണ്. അത് ജനങ്ങൾക്ക് ആർക്ക് ജാസ്മിനെ ഇഷ്ടമല്ല. പക്ഷെ അവൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അവൾ എല്ലാ സ്ട്രാറ്റജിയിലും മാറുന്നു. അതിപ്പോ ഗബ്രി ഉണ്ടെങ്കിലും ഗബ്രിക്ക് ശേഷവും ആദ്യം വന്നപ്പോഴും ഇപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. പൊതുസമൂഹത്തിന് പുറത്ത് ജാസ്മിൻ ഇഷ്ടമില്ല എന്നുള്ളത് അതിനകത്ത് ഗെയിം മാത്രമേ അങ്ങനെ ഉണ്ടെങ്കിൽ പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ല താനാ പറയുന്ന വോട്ടിംഗ് ഇമ്പോർട്ടൻസ് എന്ന്. ഞാൻ പറഞ്ഞ ഗെയിം ഞാൻ പറയുന്നത് വോട്ടിംഗ് ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് അങ്ങനെ ചെയ്യരുത്. ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്ന അവർക്കൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്തിനാണ് ഈ വോട്ടിംഗ് ആണ് ഇതിന്റെ മാനദണ്ഡം, വോട്ടിംഗ് ആണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്തിനാ? ജനങ്ങൾ പറ്റിക്കുന്നില്ലല്ലോ, അവര് വോട്ട് കൺസേൺ ചെയ്യുന്നു. അത് 50% അവരെത്ര അനുസരിച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്ലാൻ മുൻകൂട്ടി കൊടുക്കണം, അല്ലെ? അതനുസരിച്ച് മുൻകൂട്ടി പറയണം. അതല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു മാനദണ്ഡമാക്കാതെ കണ്ടസ്റ്റൻസിന് പുറത്തു പോകുന്ന എവിക്ഷൻ പ്രക്രിയയെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഗെയിമിലേക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളിലാണ് വോട്ടിംഗ് വെച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതനുസരിച്ചാണ് ബിഗ് ബോസ് അവരെ പുറത്താക്കി. മാനദണ്ഡങ്ങൾ അറിയാൻ പറ്റില്ല. ഈ മാനദണ്ഡങ്ങൾ പുറത്ത് വോട്ട് ചെയ്യുന്ന ജാസ്മിൻ എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല? അങ്ങനെയുള്ള വോട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പൊളിക്കാൻ താങ്കൾ പറഞ്ഞ ഈ പറഞ്ഞ ചോദ്യം തന്നെ ധാരാളം. കാരണം അവിടെ നിന്നുള്ള ജനങ്ങളുടെ വോട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന്. ഇഷ്ടമല്ല. അതെ, അപ്പൊ പിന്നെ വോട്ടിംഗ് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തുന്നില്ല. പിന്നെന്തിനാണ് എവിക്ഷൻ പ്രക്രിയയിൽ ജനവിധി മാനിച്ചിട്ടാണ് ജനവിധിക്ക് അനുസരിച്ചാണ് പുറത്തു പോണെന്ന് പറയുന്നത്? അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതൊരു പാർട്ടായിരിക്കാം. അത് വേറെ ഒരുപാട് ക്രൈറ്റീരിയനകത്ത് ഉണ്ടാവും. അതൊന്നും ജനങ്ങളോട് തുറന്നു കാണിക്കാൻ ബിഗ് ബോസിന് പറ്റത്തില്ല. കൃത്യമായിട്ട് ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ നോമിനേറ്റ് ചെയ്യാനേ അവർ പറഞ്ഞിട്ടുള്ളൂ. നോമിനേഷൻ ആണ് വന്നിരിക്കുന്നത്. രീതിയിലേക്കുള്ള വോട്ടിങ്ങിന് അനുസരിച്ച് മാനദണ്ഡമാക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ക്രൈറ്റീരിയ എന്താണെന്ന് കൂടി പറയേണ്ടിയിരിക്കണം, അല്ലെ? അതല്ലാന്നുണ്ടെങ്കിൽ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അല്ലെ? ഒന്നാമത് വോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ മോശം അഭിപ്രായം താങ്കൾ ഇരുന്ന് പറയാൻ വന്നിരിക്കുന്ന പോലെ ഉണ്ട്.